Good morning everyone. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓസ്മോറെഗുലേഷൻ ഇൻ aquatic animals. Osmoregulation, it is the active regulation of osmotic potential through the maintenance of a proper and constant concentration of water and mineral ion in the body fluid. Osmoregulation എന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള വാട്ടറിനെ ആയാലും മിനറൽ അയോൺസിനെ ആയാലും അതിൻ്റെ പ്രോപ്പർ കോൺസെൻട്രേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഓസ്മോറെഗുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓസ്മോറെഗുലേഷൻ ഫ്രഷ് വാട്ടർ ആനിമൽ. Salt concentration is always higher in the body fluid than surrounding water. Body fluid is hyperosmotic and water is hypoosmotic. ഫ്രഷ് വാട്ടർ ആനിമൽസിൻ്റെ കേസിൽ ബോഡി ഫ്ലൂയിഡിലെ സോൾട്ട് കോൺസെൻട്രേഷൻ ഈസ് ഓൾവേസ് ഹയർ. അതുകൊണ്ട് ബോഡി ഫ്ലൂയിഡ് ഹൈപ്പർ ഓസ്മോട്ടിക്കും സറൗണ്ടിങ് വാട്ടർ മീഡിയം ഹൈപ്പോ ഓസ്മോട്ടിക്കുമാണ്. ഇങ്ങനെ ഹൈപ്പർ ഓസ്മോട്ടിക്കും ഹൈപ്പോ ഓസ്മോട്ടിക്കും ആയതുകൊണ്ട് അവർക്ക് വാട്ടറിനെ ഗെയിൻ ചെയ്യാനും മിനറൽ അയോൺസിനെ ഡിഫ്യൂസ് ചെയ്യാനുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ബോഡി ഫ്ലൂയിഡിനെ ഹൈപ്പർ ഓസ്മോട്ടിക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രഷ് വാട്ടർ ഫോംസിൽ ചില അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആണ് പ്രസൻസ് ഓഫ് ഇംപെർമിയബിൾ ബോഡി ക്യൂട്ടിക്കിൾ ടു പ്രിവെൻറ്റ് എൻഡോസ്മോസിസ് ഓഫ് വാട്ടർ, സ്മോൾ ആൻഡ് മച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ഓഫ് പെർമിസിബിൾ മെംബ്രെയിൻ. ഹൈപ്പർ ഓസ്മോട്ടിക് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സം അഡാപ്റ്റേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വണ് ബോഡിയിലെ ഇംപെർമിയബിൾ ക്യൂട്ടിക്കിൾ ഉണ്ടാവും. ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് എൻഡോസ്മോസിസ് ഓഫ് വാട്ടർ ആൻഡ് സ്മോൾ ആൻഡ് റെസ്ട്രിക്റ്റഡ് ഏരിയ ഓഫ് പെർമിസിബിൾ surface. Third one, production of large quantities of dilute urine which is hypoosmotic to blood and hyperosmotic to the medium. Dilute ആയിട്ടുള്ള യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും ലാർജ് ക്വാണ്ടിറ്റിയിൽ. അത് ബ്ലഡായിട്ട് ഹൈപ്പോസ്മോട്ടിക്കും സറൗണ്ടിങ് മീഡിയം ആയിട്ട് ഹൈപ്പർ ഓസ്മോട്ടിക്കും ആയിരിക്കും. ദിസ് ബ്രിങ്സ് അബൌട്ട് ദ എലിമിനേഷൻ ഓഫ് എക്സസ് വാട്ടർ. Salt absorption by chloride cell to make up the loss of salt through excretion of urine. Chloride cells ഈ ഫ്രഷ് വാട്ടർ ഫോംസിൽ പ്രസൻ്റ് ആണ്. അത് സോൾട്ടിനെ അബ്സോർബ് ചെയ്യും. എലിമിനേഷൻ ഓഫ് എക്സസ് വാട്ടർ ഫ്രം ദ ബോഡി ബൈ കോൺട്രാക്ടൈൽ വാക്യൂൾ, ഫ്ലെയിം സെൽസ്, നെഫ്രീഡിയ, ആൻറ്റിനറി ഗ്ലാൻഡ്. സെർട്ടൈൻ സ്ട്രക്ചേഴ്സ് ഓസ്മോറെഗുലേറ്ററി സ്ട്രക്ചേഴ്സ് ആയ കോൺട്രാക്ടൈൽ വാക്യൂൾസ്, ഫ്ലെയിം സെൽസ്, നെഫ്രീഡിയ, ആൻറ്റിനറി ഗ്ലാൻഡ്, റീനൽ ട്യൂബ്യൂൾ അതൊക്കെ എക്സസ് വാട്ടറിൻ്റെ എലിമിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ എക്സസ് വാട്ടർ എലിമിനേറ്റ് ചെയ്യുമ്പം അതിന് വാട്ടർ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ നൈട്രജീനിയസ് വേസ്റ്റിൻ്റെ എക്സ്ക്രീഷന് കൂടി അത് ഹെൽപ്പ് ചെയ്യും. നൈട്രജീനിയസ് വേസ്റ്റിൻ്റെ എക്സ്ക്രീഷന് കൂടി ഓസ്മോറെഗുലേറ്ററി സ്ട്രക്ചേഴ്സ് ആയ ഫ്ലെയിം സെൽസ്, ആൻറ്റിനറി ഗ്ലാൻഡ്, നെഫ്രീഡിയ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ചില ഫ്രഷ് വാട്ടർ ഓർഗാനിസംസിൽ വരുന്ന ഓസ്മോറെഗുലേറ്ററി സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് നിഡേറിയൻസിൽ വരുമ്പം ഓസ്മോറെഗുലേറ്ററി സ്ട്രക്ചേഴ്സ് ആർ ഓൾ ടുഗെദർ ആബ്സെൻറ്റ് ഈവൻ ദോ ദേ ആർ കേപ്പബിൾ ഓഫ് അയോണിക് റെഗുലേഷൻ. Their body surface have low permeability to water, so they remove excess water from the body by active transport. നിഡേറിയൻസിൽ അയോണിക് എക്സ്ചേഞ്ച് റെഗുലേഷൻ നടക്കുന്നുണ്ടെങ്കിലും അവരിൽ ഓസ്മോറെഗുലേറ്ററി സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ ആബ്സെൻ്റ് ആണ്. ബോഡി സർഫസ് വാട്ടറിനോട് ലോ പെർമിയബിളാണ്. പക്ഷേ ഈ വാട്ടറിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ അയോണിക് എക്സ്ചേഞ്ചൊക്കെ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ബോഡിയിൽ നടക്കുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് ഈ ഓസ്മോറെഗുലേഷൻ നിഡേറിയൻസിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൊട്ടിസ്റ്റിൽ വരുമ്പോൾ കോൺട്രാക്ടൈൽ വാക്യൂളാണ് അവിടുത്തെ ഓസ്മോറെഗുലേറ്ററി സ്ട്രക്ചർ. അതുപോലെ സം ഫ്രഷ് വാട്ടർ സ്പോഞ്ചില്ല പോലുള്ള ഫ്രഷ് വാട്ടർ സ്പോഞ്ചസിൽ എമീബോസൈറ്റ്സ് ഓർ കൊയാനോസൈറ്റ്സ് ആണ് അവരുടെ ഓസ്മോറെഗുലേറ്ററി സ്ട്രക്ചേഴ്സ്. ഈ കോൺട്രാക്ടൈൽ വാക്യൂളിൻ്റെ പൾസേറ്റിംഗ് ആക്ടിവിറ്റിയാണ് സർപ്ലസ് വാട്ടറിനെ പുറത്തേക്ക് പമ്പ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് ഫ്ലാറ്റ് വോംസിൻ്റെ കേസിൽ വരുമ്പോൾ ഫ്ലെയിം സെൽസും ആനലീഡ്സിൻ്റെ കേസിൽ വരുമ്പോൾ നെഫ്രീഡിയൽ ട്യൂബ്യൂൾസാണ് അവരുടെ ഓസ്മോറെഗുലേറ്ററി സ്ട്രക്ചേഴ്സ്. ഈ ഫ്ലെയിം സെൽസും അതുപോലെ തന്നെ നെഫ്രീഡിയൽ ട്യൂബ്യൂൾസും സർപ്ലസ് എമൗണ്ട് ഓഫ് വാട്ടറിനെ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ എക്സസ് എമൗണ്ട് ഓഫ് സോൾട്ടിനെയും കളക്ട് ചെയ്ത് ഡൈല്യൂട്ട് യൂറിനായിട്ട് അത് എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ വാട്ടറിൻ്റെയും സോൾട്ടിൻ്റെയും കോൺസെൻട്രേഷന് അത് മെയിൻറ്റെയിൻ ചെയ്യും.
നെക്സ്റ്റ് പ്രോണ് ക്രേഫിഷിലൊക്കെ വരുമ്പം ആൻറ്റിനറി ഗ്ലാൻഡാണ് അവരുടെ ഓസ്മോ റെഗുലേറ്ററി സ്ട്രക്ചേഴ്സ്. ഈ ആൻറ്റിനറി ഗ്ലാൻഡ് ആർ സ്പെഷ്യലൈസ്ഡ് ടു കളക്ട് ആൻഡ് എലിമിനേറ്റ് എക്സസ് വാട്ടർ ആൻഡ് റീഅബ്സോർബ് ക്ലോറൈഡ് അയോൺസ് ഫ്രം യൂറിൻ. ആൻറ്റിനറി ഗ്ലാൻഡ് എക്സസ് വാട്ടറിനെ കളക്ട് ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്ലോറൈഡ് അയോൺസിനെ യൂറിന് റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻറ്റിനറി ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് അക്വാറ്റിക് ലാർവയായ ക്യൂലെക്സ്, ഈഡിസ് മസ്കിറ്റോ അതിൻ്റെയൊക്കെ ലാർവേസിൽ ആനൽ ഗിൽ എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് ഓസ്മോ റെഗുലേറ്ററി ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത്. ഈ ആനൽ ഗിൽസ് they permit the entry or exit of water and absorb salt. Anal gills സോൾട്ടിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ വാട്ടറിൻ്റെ എൻട്രിയും എക്സിറ്റും അത് പെർമിറ്റ് ചെയ്യുകയും ചെയ്യും. ഫ്രഷ് വാട്ടർ ഇൻസെക്റ്റ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് അതിൻ്റെയൊക്കെ ബോഡി വാളേഴ്സ് ഇംപെർമിയബിൾ ടു പാസേജ് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ആൻഡ് ആക്ച്വൽ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ് ആർ നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ. ഫ്രഷ് വാട്ടർ ഇൻസെക്ട്സിൽ റെപ്റ്റൈൽസിൽ ബോഡി വാളേഴ്സ് ഇംപെർമിയബിൾ ടു വാട്ടർ ആൻഡ് ആക്ച്വൽ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ് ആർ നോട്ട് ഇൻ കോണ്ടാക്ട്. ആക്ച്വൽ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ് വാട്ടറായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. But their body fluid remains hyperosmotic to water around. Surrounding water നോക്കും body fluid is hyperosmotic. ഫ്രഷ് വാട്ടർ ബോണി ഫിഷിൽ എക്സ്ചേഞ്ചസ് വാട്ടറിൻ്റെ എക്സ്ചേഞ്ചസ് പോസിബിൾ ത്രൂ ഗിൽസ്, ബക്കൽ എപ്പിത്തീലിയം, ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയം. സോ ഫ്രഷ് വാട്ടർ ഫിഷസ് ആർ അഡാപ്റ്റഡ് ടു മെയിൻറ്റെയിൻ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്. ഫ്രഷ് വാട്ടർ ബോണി ഫിഷസിൻ്റെ കേസിൽ വരുമ്പം ദേ ക്യാൻ എക്സ്ചേഞ്ച് വാട്ടർ ഓർ മിനറൽ അയോൺസ് ത്രൂ gill, buccal epithelium, intestinal epithelium and renal tubules. So they are adapted to maintain a higher concentration of salt. ഈ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടിന് എപ്പോഴും ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി they have 3 adaptation. അതൊന്ന് ഇൻടേക്ക് ഓഫ് ഡയറ്ററി സോൾട്ട്, എബ്സോർപ്ഷൻ ഓഫ് സോൾട്ട് ത്രൂ ഓറൽ എപ്പിത്തീലിയം ആൻഡ് ക്ലോറൈഡ് സെൽസ്, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഓഫ് സോൾട്ട് ഫ്രം യൂറിൻ ഇൻ ദ ഗ്ലോമെറുലാർ കിഡ്നി. ഈ 3 അഡാപ്റ്റേഷൻസ് ആണ് അവർക്ക് എപ്പോഴും ഹയർ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള. ഇൻടേക്ക് ഓഫ് ഡയറ്ററി സോൾട്ട്, എബ്സോർപ്ഷൻ ഓഫ് സോൾട്ട് ത്രൂ ഓറൽ എപ്പിത്തീലിയം ആൻഡ് ക്ലോറൈഡ് സെൽ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഓഫ് സോൾട്ട് ഫ്രം യൂറിൻ ഇൻ ദ ഗ്ലോമെറുലാർ കിഡ്നി. അതുപോലെ തന്നെ they always secrete dilute urine which is hyperosmotic to surrounding water. They maintain lower water concentration in their body fluid by eliminating large amount of water through renal tubules. Body fluid lower concentration of water maintain ചെയ്യുന്നത് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ റീനൽ ട്യൂബ്യൂൾസിലൂടെ അവരെ എക്സ്ക്രീറ്റ് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് ബോഡിയിൽ ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കിഡ്നി ഓഫ് ഫ്രഷ് വാട്ടർ ബോണി ഫിഷസും ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ റീഅബ്സോർപ്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് ദ സോൾട്ട്. Osmotic entry of water create internal hydrostatic pressure which produces an increased filtration pressure. വാട്ടറിൻ്റെ ഓസ്മോട്ടിക് എൻട്രി കാരണം ഒരു ഇൻറ്റേർണൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ബോണി ഫിഷസിൽ ക്രിയേറ്റ് ചെയ്യും. ഈ ക്രിയേറ്റ് ചെയ്ത ഇൻറ്റേർണൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം ഒരു ഇൻക്രീസ്ഡ് ഫിൽട്രേഷൻ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഫിൽട്രേഷൻ പ്രഷർ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ പ്രൊഡക്ഷൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. This will help in regulate internal pressure. അപ്പോൾ ഫസ്റ്റ് ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടർ കാരണം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ഫിൽട്രേഷൻ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഫിൽട്രേഷൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം യൂറിൻ പ്രൊഡക്ഷൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഈ ഇൻക്രീസ്ഡ് വോളിയം ഓഫ് യൂറിൻ പ്രൊഡക്ഷൻ ഇൻറ്റേർണൽ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് ഓസ്മോ റെഗുലേഷനിൽ ബോണി ഫിഷസ് കാണിക്കുന്ന ഡയഗ്രാമാണ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അവർക്ക് ഹൈ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്ററി ഇൻടേക്ക് ഓഫ് സോൾട്ടും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ത്രൂ ബക്കൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ ഓറൽ എപ്പിത്തീലിയം അത് ഇവിടെ കാണാം. സോൾട്ടിന് അവർ ഇൻടേക്ക് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ബക്കൽ എപ്പിത്തീലിയത്തിലൂടെ ഇൻടേക്ക് ചെയ്യും. അവിടെ എത്തിയതിന് ശേഷം ക്ലോറൈഡ് സെൽസ് സോൾട്ടിനെ അബ്സോർബ് ചെയ്യും.
സോൾട്ടിനെ അബ്സോർബ് ചെയ്യും. അത് ഗ്ലോമെറുലാർ കിഡ്നി വീണ്ടും സോൾട്ടിനെ റീഅബ്സോർപ്ഷൻ ചെയ്യും. എക്സസ് വാട്ടർ ഹൈപ്പോട്ടോണിക് യൂറിനായിട്ട് എലിമിനേറ്റ് ചെയ്യും. അതുപോലെ അതിൻ്റെ സ്കിൻ ഇംപെർമിയബിൾ ടു വാട്ടറാണ്. ഫ്രഷ് വാട്ടർ ആംഫിബിയൻസിൻ്റെ കേസിൽ വാട്ടർ ക്യാൻ ഡിഫ്യൂസ് ഡയറക്ട്ലി ത്രൂ ദ സ്കിൻ. ദിസ് ഡൈല്യൂട്ട് ദ ബ്ലഡ്. ഗ്ലോമെറുലാർ കിഡ്നി would remove excess water and salt as dilute urine. Salt loss is compensated by reabsorption of ion from the urine. ഫ്രഷ് വാട്ടർ ആംഫിബിയൻസിൽ വാട്ടർ സ്കിന്നിലൂടെ ഡയറക്റ്റ് ഡിഫ്യൂസ് ചെയ്യും. ഡിഫ്യൂസ് ചെയ്തതിന് ശേഷം എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട്, ബോഡിയിലുള്ള എക്സസ് വാട്ടറും സോൾട്ടും ഡൈല്യൂട്ട് യൂറിനിലൂടെ അത് റിമൂവ് ചെയ്യും. സോൾട്ട് ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഈ റിമൂവ് ചെയ്യുന്ന സോൾട്ടിന് റീഅബ്സോർപ്ഷൻ നടക്കും. യൂറിന് സോൾട്ടിന് റീഅബ്സോർപ്ഷൻ നടക്കും. അങ്ങനെയാണ് സോൾട്ട് ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ആംഫിബിയൻസിൽ. സെക്കൻഡ് വരുന്നത് ഓസ്മോ റെഗുലേഷൻ ബ്രാക്കിഷ് വാട്ടർ ആനിമൽസാണ്. ബ്രാക്കിഷ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ 1.5% വരുന്നത്. ബ്രാക്കിഷ് വാട്ടർ ഇൻക്ലൂഡ്സ് സോൾട്ട് മാർഷസ്, എസ്റ്റുറീസ് ഓഫ് റിവർ, ലാർജ് ലാൻഡ് ലോക്ക്ഡ് ഏരിയാസ്. Brackish water can tolerate wide range of dilution in the body fluid and disappears from brackish water when concentration of surrounding water become equivalent to 15%. It can brackish water can tolerate ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് സെലൈനിറ്റി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സീ വാട്ടറിൻ്റെ ആയിട്ട് 15% ഓഫ് സീ വാട്ടറിന് ഇക്വിവാലൻ്റ് ആകുമ്പം ബ്രാക്കിഷ് വാട്ടറിന് ഈ മസിൽസും അതുപോലത്തെ മസിൽസും ഷോർ ക്രാബ് അതൊക്കെ ബ്രാക്കിഷ് വാട്ടറിന് ഡിസപ്പിയർ ആവും. സീ വാട്ടറിന് 15% ആയിട്ട് ഇക്വിവാലൻ്റ് വരുമ്പം ബ്രാക്കിഷ് വാട്ടറിന് ഡിസപ്പിയർ ആവും. ബ്രാക്കിഷ് വാട്ടർ പ്രോൺ ക്യാൻ ടോളറേറ്റ് 0.5 to 100% of concentration of seawater, accomplished by actively absorbing chloride ion when in dilute with seawater and actively expelling sodium when in concentrated seawater. ബ്രാക്കിഷ് വാട്ടറിലുള്ള പ്രോണിന് 0.5% ഓഫ് വാട്ടർ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡൈല്യൂട്ട് സീ വാട്ടറിലാണ് പ്രസൻ്റ് ആണെങ്കിൽ ക്ലോറൈഡ് അയോൺസിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സീ വാട്ടറിലാണ് പ്രസൻ്റ് എങ്കിൽ സോഡിയം അയോണിനെ എക്സ്പെൽ ചെയ്യും. ഈ ഒരു സോഡിയം അയോണിനെ എക്സ്പെൽ ചെയ്യും. ഓസ്മോ റെഗുലേഷൻ ഇൻ നീറിസ് ഒരു ബ്രാക്കിഷ് വാട്ടർ പോളിക്കീറ്റേ വേമാണ്. ഇൻഹിബിറ്റിംഗ് ഇൻ ദ ഇന്റർടൈഡൽ സോൺ ഓഫ് ദ സീഷോർ വേർ ദർ വിൽ ബി ഫ്രീക്വൻറ്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ സെലൈനിറ്റി. Despite this fluctuation, outside the body of the Nereis always remain hyperosmotic to dilute seawater and isoosmotic to normal seawater. നീറിസ് ഒരു ബ്രാക്കിഷ് വാട്ടർ പോളിക്കീറ്റ് ഫോമാണ്. ഇൻ്റർടൈഡൽ സോൺ റീജിയനിലാണ് ഫൗണ്ട്. കാരണം അവിടെ സെലൈനിറ്റിയിൽ ഓൾവേസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. സെലൈനിറ്റീൻ്റെ ഫ്ലക്ച്വേഷൻ കൂടാതെ തന്നെ ബോഡി ഫ്ലൂയിഡ് എപ്പോഴും ഡൈല്യൂട്ട് സീ വാട്ടറിനോട് ഹൈപ്പർ ഓസ്മോട്ടിക്കും നോർമൽ സീ വാട്ടറിനോട് ഐസോ ഓസ്മോട്ടിക്കും ആയിരിക്കും. Dilute seawater, it will have a natural tendency for gain of water by endosmosis and loss of salt by diffusion. Dilute sea waterലാണെങ്കിൽ അതെപ്പോഴും ഹൈപ്പർ ഓസ്മോട്ടിക് ആണ് തോന്നുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് സീ വാട്ടറിലാണെങ്കിൽ അത് നേച്ചുറലി ആയിട്ടൊരു ടെൻഡൻസി ഒക്കർ ചെയ്യും വാട്ടറിനെ ഗെയിൻ ചെയ്യാൻ. എൻഡോസ്മോസിസ് വഴി വാട്ടറിനെ ഗെയിൻ ചെയ്യാനും ഡിഫ്യൂഷൻ വഴി സോൾട്ടിനെ ലോസ് ചെയ്യാനൊരു നാച്ചുറൽ ടെൻഡൻസി അതിന് ഒക്കെ ചെയ്യും. പിന്നെ ഹൈപ്പർ osmolarity is maintained by removal of excess water from the body by nephridia. ബോഡിയിൽ ഹൈപ്പർ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് 4 അഡാപ്റ്റേഷൻസ്. ഫസ്റ്റ് വണ് റിമൂവൽ ഓഫ് എക്സസ് വാട്ടർ ഫ്രം ബോഡി ബൈ നെഫ്രീഡിയ. ബോഡിയിലുള്ള എക്സസ് വാട്ടർ നെഫ്രീഡിയ വഴി റിമൂവ് ചെയ്യും. പ്രിവെൻഷൻ ഓഫ് ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ബോഡി ഫ്ലൂയിഡ്. വാട്ടറിൻ്റെ ഓസ്മോട്ടിക് എൻട്രി ഇൻ ടു ബോഡി ഫ്ലൂയിഡിനെ പ്രിവെൻറ്റ് ചെയ്യും. റീഅബ്സോർപ്ഷൻ ഓഫ് സോൾട്ട് ഫ്രം എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ബാക്ക്
ബോഡി ഫ്ലൂയിഡ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിലുള്ള സോൾട്ടിനെ റീഅബ്സോർബ് ചെയ്യും ബാക്ക് ടു ബോഡി ഫ്ലൂയിഡിലേക്ക്. പിന്നെ അബ്സോർപ്ഷൻ ഓഫ് ക്ലോറൈഡ് അയോൺസ് ഫ്രം സറൗണ്ടിങ് വാട്ടർ, ക്ലോറൈഡ് അയോൺസിനെ സറൗണ്ടിങ് വാട്ടറിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. നീരീസിൽ ഹൈപ്പർ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 4 അഡാപ്റ്റേഷൻസ് ഉള്ള എക്സസ് ബോഡി ഫ്ലൂയിഡിനെ നെഫ്രീഡിയ വഴി റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടറിനെ പ്രിവെൻറ്റ് ചെയ്യും. റീഅബ്സോർപ്ഷൻ ഓഫ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിൽ നിന്ന് ബോഡി ഫ്ലൂയിഡിലേക്ക് ബാക്ക് റീഅബ്സോർപ്ഷൻ നടക്കും. സോൾട്സിനെ റീഅബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ക്ലോറൈഡ് ഫ്രം ദ സറൗണ്ടിങ് മീഡിയന്ന് ക്ലോറൈഡ് അയോൺസിനെ അബ്സോർബ് ചെയ്യും. Success of NERIS in accomplishing osmoregulation depends on following adaptations. 4 അഡാപ്റ്റേഷൻസ് ഉണ്ട്. ആ 4 അഡാപ്റ്റേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നീരീസിൻ്റെ ഓസ്മോ റെഗുലേഷൻ സക്സസ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാം. അതിൽ ഫസ്റ്റാണ് റെഡ്യൂസ്ഡ് പെർമിയബിലിറ്റി ഓഫ് ബോഡി സർഫസ് ടു വാട്ടർ ആൻഡ് അയോൺ വെൻ ഇൻ ഡൈല്യൂട്ട് സീ വാട്ടർ. വാട്ടറിനോടും അയണിനോടും ഡൈല്യൂട്ട് സീ വാട്ടറുള്ള ടൈമിന് ബോഡീൻ്റെ പെർമിയബിലിറ്റി റെഡ്യൂസ് ആയിരിക്കും. എബിലിറ്റി ഫോർ റാപ്പിഡ് അപ്ടേക്ക് ഓഫ് ക്ലോറൈഡ് അയോൺ ഫ്രം എക്സ്റ്റേണൽ മീഡിയം. ക്ലോറൈഡ് അയോൺസിന് റാപ്പിഡായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്ലോറൈഡ് അയോൺസിനെ അബ്സോർബ് ചെയ്യും സറൗണ്ടിങ് വാട്ടർ. അതുപോലെ തന്നെ അവിടെ ഓസ്മോ റെഗുലാരിറ്റി സക്സസ് ആണോ അല്ലയോ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് റാപ്പിഡ് അപ്ടേക്ക് ഓഫ് ക്ലോറൈഡ് അയോൺസ് ഫ്രം ദ എക്സ്റ്റേണൽ മീഡിയം. സെക്രീഷൻ ഓഫ് ഡൈല്യൂട്ട് യൂറിൻ വിച്ച് ഈസ് ഹൈപ്പോട്ടോണിക് ടു ഇറ്റ്സ് ബ്ലഡിനോട് ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള ഡൈല്യൂട്ട് യൂറിനെ സെക്രീറ്റ് ചെയ്യും. Long and highly convoluted nephridia for prolonged retention of urine to facilitate effective reabsorption of salt. സോൾട്ട് ലോസ് ഉള്ള ടൈമിന് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ യൂറിന് സോൾട്ടിന് റീഅബ്സോർബ് ചെയ്യും. ഈ 4 ഫാക്ടേഴ്സിന് ഡിറ്റർമൈൻ ചെയ്തിട്ടായിരിക്കും നീരീസിൻ്റെ ഓസ്മോ റെഗുലേറ്ററി ഫങ്ഷൻ സക്സസ് ആണോ അല്ലയോ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നീരീസിൻ്റെ ബോഡി വോൾ ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോഡി വോളിൽ ഹാസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ഉള്ളതുകൊണ്ട് ബോഡി ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ് ഓസ്മോട്ടിക് ഇൻഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ഔട്ട്സൈഡ്. കാൽഷ്യം അയൺ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഔട്ട്സൈഡിൽ നിന്നുള്ള ഓസ്മോട്ടിക് ഫ്ലോ ഓഫ് വാട്ടറിന് അത് പ്രിവെൻറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം സം എമൗണ്ട് ഓഫ് മെറ്റബോളിക് വാട്ടർ will be produced within the body. Any amount of excess water present within the body will be removed by nephridia. Thus optimum concentration of water is always maintained in the body fluid. നീരീസിൻ്റെ ബോഡിയിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ടർ ബോഡി വോൾ ഇംപെർമിയബിൾ ടു വാട്ടർ, അതുപോലെ തന്നെ ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടറിനെ പ്രിവെൻറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നീരീസിൻ്റെ ബോഡിയിൽ മെറ്റബോളിക് വാട്ടർ എമൗണ്ട് ഓഫ് മെറ്റബോളിക് വാട്ടർ വിൽ ബി പ്രൊഡ്യൂസ്. അതുപോലെ തന്നെ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടറും ആ ബോഡിയിൽ നിന്ന് അത് റിമൂവ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെഫ്രീഡിയ. മെറ്റബോളിക് വാട്ടറും പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ അത് നെഫ്രീഡിയ വെച്ചിട്ട് റിമൂവ് ചെയ്യും. പ്രോപ്പർ ഇൻറ്റേർണൽ ionic concentration is maintained in 2 ways: by absorbing chloride ions from outside and by reabsorbing salt from excretory fluid in the nephridial tubule. പ്രോപ്പർ ആയിട്ടുള്ള ഇൻറ്റേർണൽ അയോണിക് കോൺസെൻട്രേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 മെത്തേഡ് വെച്ചിട്ടാണ്. ഒന്ന് ഔട്ട്സൈഡ് അല്ലെങ്കിൽ സറൗണ്ടിങ് മീഡിയത്തിൽ നിന്ന് ക്ലോറൈഡ് അയോൺസിനെ എബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ സോൾട്ടും എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ യൂറിന് സോൾട്ടിന് റീഅബ്സോർബ് ചെയ്യും നെഫ്രീഡിയൽ ട്യൂബ്യൂൾസ് വെച്ച്. അപ്പോൾ പ്രോപ്പർ ഇൻറ്റേർണൽ അയോണിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്ന് ബൈ ക്ലോറൈഡ് അയോൺസിന് ഔട്ട്സൈഡിന് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ റീഅബ്സോർബിങ് സോൾട്ട് ഫ്രം എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ യൂറിൻ ബൈ നെഫ്രീഡിയൽ ട്യൂബ്യൂൾസും. ഈ 2 മെത്തേഡ് വെച്ചാണ് പ്രോപ്പർ ഇൻറ്റേർണൽ അയോണിക് കോൺസെൻട്രേഷൻ നീരീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഓസ്മോ റെഗുലേഷൻ ഇൻ മെറൈൻ ആനിമൽസ്. Body fluid of most marine non-chordate are isotomic to surrounding seawater. Most marine chordate, Ascidia, myxin പോലത്തുള്ള marine non-chordates
ബോഡി ഫ്ലൂയിഡ് ഐസോട്ടോണിക് ആയിരിക്കും സറൗണ്ടിങ് സീ വാട്ടറിനോടായിട്ട്. ദേ ആർ സ്റ്റീനോ ഹാലൈൻ ഓസ്മോട്ടിക് കൺഫേമർ. സ്റ്റീനോ ഹാലൈൻ എന്ന് വെച്ചാൽ ദേ ക്യാൻ ഓൺലി ടോളറേറ്റ് നാരോ റേഞ്ച് ഓഫ് സെലൈനിറ്റി. അങ്ങനെയുള്ള ഓർഗാനിസിനെയാണ് സ്റ്റീനോ ഹാലൈൻ എന്ന് പറയുന്നത്. Glomerular pronephrotic kidney of myxin is an iron regulating organ concerned with elimination of calcium, magnesium and sulfates and also reabsorption of potassium and chlorides. മൈക്സിനിലുള്ള ഗ്ലോമെറുലാർ പ്രോനെഫ്രിക് കിഡ്നിയുടെ ഫങ്ഷൻ ഒന്ന് അയൺ റെഗുലേറ്റിംഗ് ഓർഗനാണ് ആ പ്രോനെഫ്രിക് കിഡ്നി. സെക്കൻഡ്, കാൽഷ്യം, മാഗ്നീഷ്യം ആൻഡ് സൾഫേറ്റിൻ്റെ എലിമിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പൊട്ടാഷ്യം ആൻഡ് ക്ലോറൈഡിൻ്റെ റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ടും പ്രോനെഫ്രിക് കിഡ്നി ഹെൽപ്പ് ചെയ്യും. മെറൈൻ വെർട്ടിബ്രേറ്റ് ആൻഡ് സം ഇൻവെർട്ടിബ്രേറ്റ് ആർ യൂറി ഹാലൈൻ ഓസ്മോ റെഗുലേറ്റേഴ്സ്. മെറൈൻ വെർട്ടിബ്രേറ്റ്, സം വെർട്ടിബ്രേറ്റ് അല്ലെങ്കിൽ സം ഇൻവെർട്ടിബ്രേറ്റ് യൂറി ഹാലൈനാണ്. യൂറി ഹാലൈൻ എന്ന് വെച്ചാൽ ദേ ആർ ഏബിൾ ടു ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് സെലൈനിറ്റി. സ്റ്റീനോ ഹാലൈൻ എന്ന് വെച്ചാൽ ദേ ക്യാൻ ഓൺലി ടോളറേറ്റ് നാരോ റേഞ്ച് ഓഫ് സെലൈനിറ്റി. യൂറി ഹാലൈൻ എന്ന് വെച്ചാൽ ദേ ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് സെലൈനിറ്റി. Coelacanth are hypoosmotic, lamprey are hypoosmotic and hyperosmotic. Certain cartilaginous fish are isoosmotic. Next, osmoregulation in marine bony fish. Marine bony fish are hypoosmotic to seawater, so in them there will be a tendency for inflow of salt by diffusion and outflow of water by exosmosis. This may cause osmotic dehydration. To prevent this, marine bony fishes are specialized for water conservation. Marine bony fishes seawater hypoosmotic ആണ്. അതുകൊണ്ട് തന്നെ അവരിൽ സോൾട്ടിൻ്റെ ഇൻഫ്ലോ ബൈ ഡിഫ്യൂഷനും അതുപോലെ വാട്ടറിൻ്റെ ഔട്ട്ഫ്ലോ ബൈ എക്സോസ്മോസിസിനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ വാട്ടറിൻ്റെ ഔട്ട്ഫ്ലോ ബൈ എക്സോസ്മോസിസും സോൾട്ടിൻ്റെ ഇൻഫ്ലോ ബൈ എൻഡോസ്മോസിസ് കാരണം അതുപോലെ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ടേക്സ് പ്ലേസ് ചെയ്യും. ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറൈൻ ബോണി ഫിഷസിൽ വാട്ടർ കൺസർവേഷൻ അല്ലെങ്കിൽ സോൾട്ട് എലിമിനേഷൻ അവർ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അവർ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാട്ടർ കൺസർവേഷൻ അല്ലെങ്കിൽ സോൾട്ട് എലിമിനേഷന് സ്പെഷ്യലൈസ്ഡ്. Marine bony fishes maintain the hypoosmolarity of body fluid by maintaining high concentration of water and low concentration of salt. Marine bony fishes hypoosmolarity body fluidൻ്റെ hypoosmolarity മെയിൻറ്റെയിൻ ചെയ്യും. വെച്ചാൽ വാട്ടർ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ട് കീപ്പ് ചെയ്യും, സോൾട്ട് കോൺസെൻട്രേഷൻ ലോ ആയിട്ട് കീപ്പ് ചെയ്യും. ഇങ്ങനെ ഈ രണ്ട് പ്രോസസ്സിലൂടെ അത് ബോഡി ഫ്ലൂയിഡിൻ്റെ ഹൈപ്പോസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഹൈ വാട്ടർ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മിനിമൈസിങ് എക്സോസ്മോസിസ് ത്രൂ റിഡക്ഷൻ ഓഫ് പെർമിയബിൾ സർഫസ്. വാട്ടറിൻ്റെ എക്സോസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യും എന്ന് വെച്ചാൽ പെർമിയബിൾ സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്തിട്ട് വാട്ടറിൻ്റെ എക്സോസ്മോസിസ് ഡിക്രീസ് ചെയ്യും. ബൈ ദ റീനൽ റീഅബ്സോർപ്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് വാട്ടർ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹൈപ്പർട്ടോണിക് യൂറിൻ ബൈ എ ഗ്ലോമെറുലാർ കിഡ്നി. സോ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യും. എഗ്ലോമെറുലാർ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്ത ഹൈപ്പർട്ടോണിക് യൂറിന് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യും. അങ്ങനെ അപ്പോൾ വാട്ടർ ലോസ് അവിടെ ഡിക്രീസ് ചെയ്യും. ഹൈ വാട്ടർ കോൺസെൻട്രേഷൻ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടർ ത്രൂ ബക്കൽ എപ്പിത്തീലിയം. Osmotic entry of water through buccal epithelium by drinking seawater to compensate water loss. വാട്ടർ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സീ വാട്ടറും അവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അവരുടെ ഹൈ വാട്ടർ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
On reaching alimentary canal, salt and water of the ingested seawater will be separated from each other. Elementary canal എത്തുന്ന ടൈമിൽ ഇൻജസ്റ്റ് ചെയ്ത സീ വാട്ടറിൽ അതിൽ വാട്ടറും ഉണ്ടാവും സോൾട്ടും ഉണ്ടാവും. ഈ വാട്ടറും സോൾട്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പോകും. വാട്ടർ ഈ സെപ്പറേറ്റ് ചെയ്തതിൽ നിന്ന് വാട്ടർ സൂൺ അബ്സോർബ്ഡ് ബൈ ബോഡി ഫ്ലൂയിഡ്, സോൾട്ട് ആർ എലിമിനേറ്റഡ് ത്രൂ ഗിൽസ്. വാട്ടർ ബോഡി ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്ത സോൾട്ട് അത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് പോകും ഗിൽസിലൂടെ. ഇത് ഓസ്മോ റെഗുലേഷൻ ഇൻ മെറൈൻ ബോണി ഫിഷസ് കാണിക്കുന്നത്. ഇത് ഹൈ വാട്ടർ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബക്കിൾ ക്യാവിറ്റിയിലൂടെ വാട്ടറിനെ ഇൻടേക്ക് ചെയ്യും. വാട്ടറിനെ ഇൻടേക്ക് ചെയ്തിട്ട് എക്സസ് എലിമെൻ്ററി കനാലിലെത്തുമ്പം വാട്ടറും സോൾട്ടും സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. ആ സെപ്പറേറ്റ് ചെയ്ത സോൾട്ട് ഗിൽസിലൂടെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്തു. വാട്ടർ അബ്സോർബ്ഡ് ബൈ ബോഡി ഫ്ലൂയിഡ്, അപ്പോൾ ഗ്ലോമറുലാർ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്ത യൂറിന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും. സോൾട്ട് ഗിൽസിലൂടെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യും. Salt content of the body fluid is kept low by elimination of salt by glomerular kidney and chloride cells. Chloride cells play a vital role in salt elimination. Kidney are specialized for water reabsorption and salt elimination. നമ്മൾ പറഞ്ഞ വാട്ടറും സോൾട്ടും സെപ്പറേറ്റ് ചെയ്തതിന് വാട്ടറിനെ ബോഡി ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യും, സോൾട്ടിനെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഈ സോൾട്ടിനെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്ന ക്ലോറൈഡ് സെൽസിനൊരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യും. അതുപോലെ തന്നെ കിഡ്നി വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനും സോൾട്ട് എലിമിനേഷനും വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആണ്. നെക്സ്റ്റ് ഓസ്മോ റെഗുലേഷൻ ഇൻ മെറൈൻ കാർട്ടിലേജിനിയസ് ഫിഷ്. Marine fishes are either isoosmotic or hyperosmotic to the seawater. This is achieved by retention of large quantities of nitrogenous waste such as urea and trimethamine oxide. Marine cartilaginous fish either isoosmotic ആണ് അല്ലെങ്കിൽ hyperosmotic ആണ്. ഈ കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് അവരുടെ ബ്ലഡിലുള്ള ഹയർ കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ ഓർ ട്രൈമിത്തമിൻ ഓക്സൈഡ്. ഈ രണ്ട് നൈട്രോജീനിയസ് ബേസിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ബ്ലഡിലുള്ള കോൺസെൻട്രേഷനാണ് അതിന് ഐസോഓസ്മോട്ടിക് ഓർ ഹൈപ്പറോസ്മോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തത്. എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് ദീസ് ഇൻ ദ ബ്ലഡ് ക്രിയേറ്റ് ഓസ്മോട്ടിക് ബാലൻസ് ആൻഡ് അയോണിക് ഇംബാലൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സീ വാട്ടർ. ഈ നൈട്രോജീനിയസ് വേസ്റ്റിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ഓസ്മോട്ടിക് ബാലൻസും അതുപോലെ തന്നെ അയോൺസിൻ്റെ ഇംബാലൻസും ക്രിയേറ്റ് ചെയ്യും. ഈ അയോണിക് ഇംബാലൻസ് ഈസ് റീഗെയിൻഡ് ബൈ ആക്റ്റീവ് എലിമിനേഷൻ ഓഫ് എക്സസ് സോൾട്ട് ബൈ റെക്ടൽ ഗ്ലാൻഡ്. അയോണിക് ഇംബാലൻസ് ഉണ്ടാകുന്ന ടൈമിന് എക്സസ് സോൾട്ടിനെ റെക്ടൽ ഗ്ലാൻഡ് വഴി പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. Chloride cells are absent in the gill and their role is played by rectal gland. Urea in blood is harmful to other animal, but tissues of cartilaginous fish have greater tolerance to urea and is necessary for physiological function. നമ്മൾ മെറൈൻ ബോണി ഫിഷസിൻ്റെ കേസിൽ പറഞ്ഞു അവിടെ സോൾട്ടിനെ എലിമിനേറ്റ് ചെയ്യുന്നത് ക്ലോറൈഡ് സെൽസാണ്. പക്ഷേ കാർട്ടിലേജിനിയസ് ഫിഷിൻ്റെ കേസിൽ വരുമ്പോൾ ക്ലോറൈഡ് സെൽസ് ആബ്സെൻ്റ് ആണ്. ഇവിടെ ക്ലോറൈഡ് സെൽസിൻ്റെ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത് റെക്ടൽ ഗ്ലാൻഡാണ് പെർഫോം ചെയ്യുന്നത്. റെക്ടൽ ഗ്ലാൻഡ് സോൾട്ടിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബ്ലഡിലുള്ള യൂറിയ കോൺസെൻട്രേഷൻ ചില ഓർഗാനിസത്തിന് വളരെ ഹാംഫുള്ളാണ്. പക്ഷേ കാർട്ടിലേജിനിയസ് ഫിഷിൻ്റെ കേസിൽ വരുമ്പോൾ അവരുടെ ടിഷ്യൂ യൂറിയനോട് ഗ്രേറ്റർ ടോളറൻസ് ആണ്. അതുപോലെ തന്നെ ടിഷ്യൂവിൽ ഈ യൂറിയ ഉണ്ടെങ്കിൽ മാത്രമേ നോർമലായിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യാൻ പോസിബിൾ ആവുള്ളൂ. യൂറിയ അവരുടെ ടിഷ്യൂ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിയോളജിക്കൽ ഫങ്ഷൻ അവരിൽ പോസിബിൾ ആവുള്ളൂ. ഇത് കാർട്ടിലേജിനിയസ് ഫിഷിൽ ഓസ്മോ റെഗുലേഷൻ ഷോ ചെയ്യുന്ന ഡയഗ്രാമാണ്. ബ്ലഡിൽ യൂറിയ അല്ലെങ്കിൽ ട്രൈമീത്തൈലമീൻ പ്രസൻ്റ് ആണ്. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ ബാലൻസും അയോണിക് ഇംബാലൻസും ക്രിയേറ്റ് ചെയ്യും. അയോണിക് ഇംബാലൻസ് ഉണ്ടാകുന്ന ടൈമിന് എക്സസ് സോൾട്ട് എലിമിനേറ്റഡ് ത്രൂ റെക്ടൽ ഗ്ലാൻഡ്. അവിടെ ക്ലോറൈഡ് സെൽസ് ആർ ആബ്സെൻറ്റ്. ക്ലോറൈഡ് സെൽസിൻ്റെ ഫങ്ഷൻ ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ റെക്ടൽ ഗ്ലാൻഡ്. ഇതാണ് കാർട്ടിലേജിനിയസ് ഫിഷിൽ വരുന്ന ഓസ്മോ റെഗുലേഷൻ. Next, osmoregulation in
ഇൻ മൈഗ്രേറ്ററി ഫിഷസ് ആണ്. മൈഗ്രേറ്ററി ഫിഷസ് എനാഡ്രോമസ് ഉണ്ട്, കെറ്റാഡ്രോമസ് ഉണ്ട്. എനാഡ്രോമസ് മൈഗ്രേറ്ററി ഫിഷ് വരുന്നത് സാൽമൺ, കെറ്റാഡ്രോമസ് എന്നത് ഫ്രഷ് വാട്ടർ ഈൽ. എനാഡ്രോമസ് ആയാലും കെറ്റാഡ്രോമസ് ആയാലും ദേ ആർ യൂറി ഹെലൈൻ ഓസ്മോ റെഗുലേറ്റർ. യൂറി ഹെലൈൻ എന്ന് പറഞ്ഞാൽ ഏബിൾ ടു ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് സെലൈനിറ്റി. ഇത്ര വൈഡ് റേഞ്ച് ഓഫ് സെലൈനിറ്റീനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവരെയാണ് യൂറി ഹെലൈൻ ഓസ്മോ റെഗുലേറ്റർ എന്ന് പറയാം. ഈ മൈഗ്രേറ്ററി ഫിഷസിൽ ഈ ഓസ്മോ റെഗുലേറ്ററി പ്രോസസ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ഹോർമോൺസ് ഉണ്ട്. അതിലൊന്നാണ് എഡ്രിനോകോർട്ടിക്കൽ, പിറ്റ്യൂട്ടറി, തൈറോയിഡ് ആൻഡ് ഗൊണാഡൽ ഹോർമോൺ. ഈ 4 ഹോർമോണും ഈ ഓസ്മോ റെഗുലേറ്ററി മെക്കാനിസത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യും. Blood of freshwater eel is hypertonic and blood of spawning eel is hypotonic in sea water. ഫ്രഷ് വാട്ടറിലെ കേസിൽ അഡൾട്ട് ഈലിൻ്റെ ബ്ലഡ് ഹൈപ്പർടോണിക്കും അതുപോലെ തന്നെ സ്പോണിങ് ഈലിൻ്റെ ബ്ലഡ് സീ വാട്ടറിൽ ഹൈപ്പോട്ടോണിക് വയ്ക്കും. They maintain this condition against osmotic desiccation by drinking seawater and also by elimination of excess salt. ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സീ വാട്ടറിനെ കൺസ്യൂം ചെയ്യും, അതുപോലെ തന്നെ എക്സസ് സോൾട്ടിനെ ക്ലോറൈഡ് സെൽസ് വഴി എലിമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓസ്മോ റെഗുലേറ്ററി അഡാപ്റ്റേഷൻസ് ഓഫ് മൈഗ്രേറ്ററി ഫിഷും. മൈഗ്രേറ്ററി ഫിഷിൽ ഓസ്മോ റെഗുലേറ്ററി അഡാപ്റ്റേഷൻസും 3 ഓസ്മോ റെഗുലേറ്ററി അഡാപ്റ്റേഷൻസ് ആണുള്ളത് മൈഗ്രേറ്ററി ഫിഷിൽ. അതിൽ ഫസ്റ്റാണ് കമൻഡബിൾ പവർ ഫോർ ഓസ്മോട്ടിക് അഡ്ജസ്റ്റ്മെൻറ്റ്. നേരത്തെ പറഞ്ഞു ഫ്രഷ് വാട്ടർ ഈല് അഡൾട്ട് ഈല് അഡൾട്ട് ഈലിൻ്റെ കേസിൽ ബ്ലഡ് ഹൈപ്പർടോണിക്കും സ്പോണിങ് ഈലിൻ്റെ കേസിൽ ഹൈപ്പോട്ടോണിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഓസ്മോ റെഗുലേറ്ററി അഡാപ്റ്റേഷൻസിലൊന്നതാണ് ആ ഓസ്മോട്ടിക് പവറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി. ഹൈപ്പർ ഓസ്മോട്ടിക്കും ഹൈപ്പോട്ടോണിക് ആ ഒരു പവർ അതിനെ അഡ്ജസ്റ്റ് ഫ്രഷ് വാട്ടറിൽ ഹൈപ്പർ ഓസ്മോട്ടിക്, സീ വാട്ടറിൽ ഹൈപ്പോസ്മോട്ടിക്. അതാണ് കമൻഡബിൾ പവർ ഫോർ ഓസ്മോട്ടിക് അഡ്ജസ്റ്റ്മെൻറ്റ്. ഗ്ലോമെറുലാർ കിഡ്നി which can alter the volume of urine in response to different salinities. അവർ വൈഡ് റേഞ്ച് ഓഫ് സെലൈനിറ്റിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഈ മൈഗ്രേറ്ററി ഫിഷസ്. അപ്പം ഈ വൈഡ് റേഞ്ച് ഓഫ് സെലൈനിറ്റിയിൽ അവർ യൂറിൻ്റെ വോളിയം ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോമെറുലാർ കിഡ്നി പ്രസൻ്റ് ആണ്. പിന്നെ ഗിൽ ആൻഡ് ഓറൽ എപ്പിത്തീലിയം വിച്ച് ക്യാൻ ആക്റ്റീവ്ലി ടേക്കപ്പ് ആൻഡ് സെക്രീറ്റ് സെർട്ടീൻ അയോൺ അഗെയിൻസ്റ്റ് എക്സിസ്റ്റിംഗ് ഗ്രേഡിയൻസും. Gill and oral epithelium which can actively take up and secrete certain ion against existing gradients. അവരിപ്പോൾ എക്സിസ്റ്റിംഗ് ഗ്രേഡിയൻസിൽ ഏത് സെലനിറ്റിയിലായാലും ആ ഗ്രേഡിയൻറ്റിനനുസരിച്ചിട്ടുള്ള അയോൺസ് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗിൽ ആൻഡ് ഓറൽ എപ്പിത്തീലിയം ഉണ്ട്. ഈ 3 ഫീച്ചേഴ്സാണ് അവരുടെ ഓസ്മോ റെഗുലേറ്ററി അഡാപ്റ്റേഷൻസും. സോ ഫസ്റ്റ് പറഞ്ഞത് ഓസ്മോ റെഗുലേഷൻ എന്താണ്? ഓസ്മോ റെഗുലേഷൻ ബോഡിയിലുള്ള വാട്ടർ ഓർ മിനറൽ അയോൺസിന് പ്രോപ്പർ കോൺസെൻട്രേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഓസ്മോ റെഗുലേഷൻ. പിന്നെ ഓസ്മോ റെഗുലേഷൻ ഇൻ ഫ്രഷ് വാട്ടർ ആനിമൽസ് അതിൽ ഹൈപ്പർ ഓസ്മോട്ടിക് സ്റ്റേറ്റ് ഓഫ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 ജനറൽ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ഓർഗൻസ് നിഡേറിയൻസിലും പ്രൊട്ടിസ്റ്റ, അതുപോലെ തന്നെ ഫ്ലാറ്റ് വേംസ്, പ്രോൺ അതിലൊക്കെയുള്ള ഓസ്മോ റെഗുലേറ്ററി സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഫ്രഷ് വാട്ടർ ഇൻസെക്റ്റ് റെപ്റ്റൈൽസ് അതിലൊക്കെ വരുമ്പം ഫ്രഷ് വാട്ടർ ഫിഷസിലൊക്കെ വരുമ്പം to compensate the gain of water അല്ലെങ്കിൽ
കോമ്പൻസേറ്റ് ദ ഗെയിൻ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ടു മെയിൻറ്റെയിൻ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടിൽ അവരുടെ ബോഡിയിലുണ്ടാവുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന മോഡിഫിക്കേഷൻസ് എന്തെല്ലാം, സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെല്ലാം മോഡിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് അതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നെക്സ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് ബ്രാക്കിഷ് വാട്ടർ പറഞ്ഞു. ബ്രാക്കിഷ് വാട്ടർ ആനിമൽസ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് നീൽസിൻ്റെയാണ്.